RC ആണോ KC ആണോ BD ആണോ? കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് 8 ദിവസമായി. തെരഞ്ഞെടുപ്പിന് ഫലം വന്നിട്ടേ ഇതുവരെയും മുഖ്യമന്ത്രിയായില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവുമായി ഭരണവും തുടങ്ങി. കേരളത്തിൽ മാത്രം ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് അണികളും ഘടകകക്ഷികളും. ഒറ്റപ്പേരിലേക്ക് എത്താൻ തിരക്കിട്ട കൂടിയാലോചനകളാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത്. അല്പസമയത്തിനകം KPCC മുൻ അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണും. യുവാക്കളുടെ പൾസറിയാൻ KPCC വൈസ് പ്രസിഡന്റുമാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കൂടിയാലോചനകളിൽ KC വേണുഗോപാലിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് സൂചന. എന്നാൽ മുസ്ലിം ലീഗിന്റെ VD സതീഷിന് അനുകൂല നിലപാടാണ് ഹൈക്കമാൻഡിന് വെല്ലുവിളി. ലീഗ് നിർദ്ദേശം മറികടന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്നും ആശങ്കയുണ്ട്. റോഷിപാലും നോബൽ മാരിക്കാരനും ചേരുന്നു ഡൽഹിയിൽ നിന്നും തത്സമയം. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, നിർണായകമായ കൂടിക്കാഴ്ച തുടങ്ങാൻ പോകുന്നു 11 മണിക്ക്. KPCC മുൻ അധ്യക്ഷന്മാര്, വർക്കിംഗ് പ്രസിഡന്റുമാരെ ഒക്കെയാണ് കാണാൻ പോകുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കണോ? ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോവില്ലേ? ഇപ്പോഴും മുൻതൂക്കം KCക്ക് തന്നെയാണോ? മറുഭാഗത്ത് ലീഗിന്റെ പിന്തുണയുള്ള VD സതീശൻ ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. RC ക്യാമ്പും ആത്മവിശ്വാസത്തിലാണല്ലോ. റോഷിപാൽ, അരുൺകുമാർ, 3 നേതാക്കളുടെ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാത്തിരിക്കുന്നത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. കാരണം ഘടകകക്ഷികളൊക്കെ അസംതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. ഈ പ്രഖ്യാപനം വൈകുന്നത് മാത്രമല്ല, മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ അത് പൊതുയിടത്തിൽ വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ അതൃപ്തിക്ക് കാരണവും. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചകൾക്ക് പിന്നാലെ ഹൈക്കമാൻഡ് നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സ്വാഭാവികമായും 63 MLA-മാരിൽ ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ലഭിച്ചത് KC വേണുഗോപാലിന്. അതിനൊപ്പം MP-മാരുടെ പിന്തുണ. ഇപ്പോൾ ദില്ലിയിലേക്ക് വണ്ടി കയറിയ 8 പേരുണ്ട്. അതിൽ 2 പേർ കേരളത്തിൽ തുടരുന്നു. അതിൽ ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വാഭാവികമായും KC പിന്തുണയ്ക്കും. രണ്ടാമത്തേത് അടൂർ പ്രകാശാണ്. അതും KCക്കോ അല്ലെങ്കിൽ RCക്കോ പിന്തുണ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ 10 പേരിൽ 8 പേരുടെ പിന്തുണയും KC വേണുഗോപാലിന് ലഭിക്കാനാണ് സാധ്യത. അവിടെയും KC വേണുഗോപാൽ ക്യാമ്പിന്റെ പ്രതീക്ഷ വളരെ കൂടുതലാണ്. VD സതീശനാകട്ടെ ഘടകകക്ഷിയ മുസ്ലിം ലീഗിന്റെ പരസ്യ നിലപാട്, അതിനൊപ്പം ഒരു പൊതുവികാരം, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉയർന്നു വന്ന ഒരു പൊതുവികാരം, അത് രണ്ടിലുമാണ് പ്രതീക്ഷ. രമേശ് ചെന്നിത്തല ക്യാമ്പാകട്ടെ പരിചയസമ്പത്തിനൊപ്പം സോണിയാഗാന്ധിയുള്ള ഒരു ആത്മവിശ്വാസമാണ്. അവസാന ഘട്ടത്തിൽ സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല ക്യാമ്പും കണക്ക് കൂട്ടുന്നുണ്ട്. എല്ലാവരും ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാ നേതാക്കളും ദില്ലിയിലെത്തി. VM സുധീരൻ ഒഴികെ. VM സുധീരൻ ഉച്ചയോടെ എത്തും. വൈകിട്ടോടെ VM സുധീരനുമായുള്ള കൂടിക്കാഴ്ചയും കഴിയും. അതിനുശേഷം കൂടിയാലോചനകൾക്ക് പിന്നാലെ വൈകിട്ടോടെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടത്തും എന്ന കണക്കുകൂട്ടലാണ്. ഇന്നേക്ക് അപ്പുറത്തേക്ക് പോകില്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ വന്നു. BJP കേന്ദ്രങ്ങൾ വിമർശനവുമായി രംഗത്ത് വന്നു. മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും കോൺഗ്രസ് കീഴടങ്ങുന്നു അടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് BJP ഉയർത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അതൊക്കെ വല്ലാതെ ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തലുണ്ട്. കാരണം ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം UDF-നുണ്ടായി. 10 വർഷത്തിന് ശേഷമാണ് UDF-ന് അതും 102 സീറ്റിൽ ഭൂരിപക്ഷം ലഭിച്ച അധികാരം ലഭിക്കുന്നത്. എന്നിട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് ആ ചർച്ച തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിലേക്ക് എത്തുകയും ചെയ്തു. അതിലൊക്കെ ഹൈക്കമാൻഡ് അതൃപ്തിയുണ്ട്. അതൊക്കെ ഒത്തുതീർക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഹൈക്കമാൻഡുണ്ട്. ഇന്നത്തെ ചർച്ചയോടെ ഇനി പ്രഖ്യാപനം നടന്നാൽ ഒരു ഭാഗത്തുനിന്നും ഒരു നെഗറ്റീവായ പ്രതികരണം ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസമാണ് ഹൈക്കമാൻഡിനുള്ളത്. കാരണം നേതാക്കൾ തന്നെ അനുയായികളെ നിയന്ത്രിക്കുമെന്ന ആത്മവിശ്വാസം, ഘടകകക്ഷികൾ അവരുടെ അണികളെ നിയന്ത്രിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നാണ് വരേണ്ടത്. എല്ലാവരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. ഇനി അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ നേതാക്കളുമായുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നു എന്ന് മാത്രം. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചാണ് തീരുമാനം പ്രഖ്യാപിക്കുന്നത് എന്ന് വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്